PSC ഗുരു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2024 ജനുവരി 1 ശക്തമായ ഭൂകമ്പമുണ്ടായ രാജ്യം ജപ്പാൻ. 2024 ജനുവരി 1 ശക്തമായ ഭൂകമ്പമുണ്ടായ രാജ്യം ജപ്പാൻ. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി ഡിജിറ്റൽ റുപ്പി. ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി ഡിജിറ്റൽ റുപ്പി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൊബൈൽ ആപ്പ് ഉത്സവം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഉത്സവം. അടുത്തിടെ റാൻ ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഗുജറാത്ത്. റാൻ ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഗുജറാത്ത്. 2024 ജനുവരിയിൽ കേരളത്തിലെ ഏത് ജില്ലയാണ് ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നത്? ആലപ്പുഴ. 2024 ജനുവരിയിൽ കേരളത്തിലെ ഏത് ജില്ലയാണ് ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നത്? ആലപ്പുഴ. ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതി ബൈക്ക് എക്സ്പ്രസ്. ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതിയാണ് ബൈക്ക് എക്സ്പ്രസ്. നാസയും ജാപ്പനീസ് ബഹിരാകാശ ഏജൻസിയായ JAXAയും സംയുക്തമായി നിർമ്മിക്കുന്ന തടി കൊണ്ടുള്ള ഉപഗ്രഹം ലിഗ്നോസാറ്റ്. നാസയും ജാപ്പനീസ് ബഹിരാകാശ ഏജൻസിയായ JAXAയും സംയുക്തമായി നിർമ്മിക്കുന്ന തടി കൊണ്ടുള്ള ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. 2024 ജനുവരിയിൽ ഏത് നവോത്ഥാന നായകന്റെ 150ാം രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 2024 ജനുവരിയിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 150ാം രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ഇൻഷുറൻസ് പദ്ധതി ഗോ സമൃദ്ധി. മൃഗസംരക്ഷണ വകുപ്പിന്റെ ഇൻഷുറൻസ് പദ്ധതിയാണ് ഗോ സമൃദ്ധി. ഹ്യുണ്ടായി ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ പ്രശസ്ത ബോളിവുഡ് അഭിനേത്രി ദീപിക പദുക്കോൺ. ഹ്യുണ്ടായി ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ പ്രശസ്ത ബോളിവുഡ് അഭിനേത്രിയാണ് ദീപിക പദുക്കോൺ. 2024 ജനുവരി 1 ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തുന്ന ഗൾഫ് നഗരം ദുബായ്. 2024 ജനുവരി 1 മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തുന്ന ഗൾഫ് നഗരം ദുബായ്. 2024 ജനുവരിയിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് UK. 2024 ജനുവരിയിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് UK-യിലാണ്. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചി. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചി. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ OS ത്യാഗരാജൻ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത കർണാടക സംഗീതജ്ഞനാണ് OS ത്യാഗരാജൻ. 2024 ജനുവരിയിൽ ഇന്ത്യയുമായി വൈദ്യുതി കരാറിൽ ഒപ്പിട്ട അയൽ രാജ്യം നേപ്പാൾ. 2024 ജനുവരിയിൽ ഇന്ത്യയുമായി വൈദ്യുതി കരാറിൽ ഒപ്പിട്ട അയൽ രാജ്യമാണ് നേപ്പാൾ. 2024 സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാവുന്ന സംസ്ഥാനം ഒഡീഷ. 2024 സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാവുന്ന സംസ്ഥാനം ഒഡീഷ. അടുത്തിടെ മഡഗാസ്കറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് അൽവാരോ. മഡഗാസ്കറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിന്റെ പേരാണ് അൽവാരോ. DRDOയുടെ എത്രാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിക്കുന്നത്? 66ാമത് വാർഷികം. DRDOയുടെ 66ാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിക്കുന്നത്. യു-ടേൺ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഡോക്ടർ AV അനൂപ്. യു-ടേൺ എന്ന പുസ്തകം ഡോക്ടർ AV അനൂപ്. 2024 ജനുവരിയിൽ MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ BR കമ്പോജ്. 2024 ജനുവരിയിൽ MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ BR കമ്പോജ്. ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്? മീരാഭായ്. മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്. ലോക വ്യാപാര സംഘടനയുടെ ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനാകുന്നത് സെന്തിൽ പാണ്ഡ്യൻ. ലോക വ്യാപാര സംഘടനയുടെ ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനാകുന്നത് സെന്തിൽ പാണ്ഡ്യൻ. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് PK വീരമണി ദാസൻ. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് PK വീരമണി ദാസൻ.
വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാർ. 16ാമത് ബഷീർ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാർ. 81ാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമ ഓപ്പൺഹൈമർ. 81ാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമയാണ് ഓപ്പൺഹൈമർ. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ്. ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ്. ആരുടെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്? ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ്. ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കാൻ ഉത്തരവിട്ട സംസ്ഥാനം. ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കാൻ ഉത്തരവിട്ട സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 2024 ജനുവരിയിൽ ഏത് രാജ്യത്താണ് നായ മാംസ നിരോധന ബിൽ പാസാക്കിയത്? ദക്ഷിണ കൊറിയ. നായ മാംസ നിരോധന ബിൽ പാസാക്കിയ രാജ്യമാണ് ദക്ഷിണ കൊറിയ. രാജ്യത്തെ ആദ്യത്തെ സർക്കാരിന് കീഴിലുള്ള OTT പ്ലാറ്റ്ഫോം സി സ്പേസ്. ആദ്യത്തെ സർക്കാരിന് കീഴിലുള്ള OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് PN ഗോപികൃഷ്ണൻ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് PN ഗോപികൃഷ്ണൻ. 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി ദക്ഷിണാഫ്രിക്ക. അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി ദക്ഷിണാഫ്രിക്ക. 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി ദക്ഷിണാഫ്രിക്ക. 2400 മെഗാവാട്ട് ശേഷിയുള്ള ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷ. 2400 മെഗാവാട്ട് ശേഷിയുള്ള ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷ. അധിനിവേശ വൃക്ഷങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി വനദീപ്തി. അധിനിവേശ വൃക്ഷങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് വനദീപ്തി. ചന്ദുബി ഫെസ്റ്റിവൽ അരങ്ങേറിയ ഇന്ത്യൻ സംസ്ഥാനം ആസാം. ചന്ദുബി ഫെസ്റ്റിവൽ അരങ്ങേറിയ ഇന്ത്യൻ സംസ്ഥാനം ആസാം. 2024 ജനുവരിയിൽ റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായ ഇന്ത്യയുടെ അയൽ രാജ്യം അഫ്ഗാനിസ്ഥാൻ. 2024 ജനുവരിയിൽ റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായ ഇന്ത്യയുടെ അയൽ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യ വിദേശ സർവകലാശാല ഡീഗിൻ സർവകലാശാല ഓസ്ട്രേലിയ. ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യ വിദേശ സർവകലാശാല ഡീഗിൻ സർവകലാശാല ഓസ്ട്രേലിയ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ആളില്ലാ വിമാനം ദൃഷ്ടി 10 സ്റ്റാർലൈനർ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ വിമാനമാണ് ദൃഷ്ടി 10 സ്റ്റാർലൈനർ. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നെന്ന് കാട്ടി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയ രാജ്യം ദക്ഷിണാഫ്രിക്ക. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്ന് കാട്ടി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയ രാജ്യം ദക്ഷിണാഫ്രിക്ക. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാ? റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ CEO അനൂപ് അംബിക. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ CEO അനൂപ് അംബിക. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയത് അരീന സബലങ്ക. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയത് അരീന സബലങ്ക. പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരൻ EP നാരായണൻ പെരുവണ്ണാൻ. പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരനാണ് EP നാരായണൻ പെരുവണ്ണാൻ. ലോകത്താദ്യമായി നൈട്രജൻ വാതക വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യം അമേരിക്ക. ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതക വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യമാണ് അമേരിക്ക. ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ? സുഗതകുമാരി.
ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ? സുഗതകുമാരി. ലോകത്തിലെ 4ാമത്തെ വലിയ ഓഹരി വിപണിയായി മാറിയ രാജ്യം ഇന്ത്യ. ലോകത്തിലെ 4ാമത്തെ വലിയ ഓഹരി വിപണിയായി മാറിയ രാജ്യം ഇന്ത്യ. ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടാൻ ബ്രൗസ് സേഫ് ആപ്പ് വികസിപ്പിച്ച സംസ്ഥാനം കർണാടക. ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടാൻ ബ്രൗസ് സേഫ് ആപ്പ് വികസിപ്പിച്ച സംസ്ഥാനമാണ് കർണാടക. 2024 ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന ഉത്തരവിറക്കിയ സംസ്ഥാനം കേരളം. 2024 ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന ഉത്തരവിറക്കിയ സംസ്ഥാനം കേരളം. ബിംസ്റ്റെക്കിന്റെ 4ാമത്തെ സെക്രട്ടറിയായി ചുമതലയേറ്റത് ഇന്ദിരമണി പാണ്ഡെ. ബിംസ്റ്റെക്കിന്റെ 4ാമത്തെ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റത് ഇന്ദിരമണി പാണ്ഡെ. 2ാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സാറ ജോസഫ്. 2ാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സാറ ജോസഫ്. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് പാപ്പനംകോട്. സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യത്തെ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് പാപ്പനംകോട്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന ജില്ല എറണാകുളം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന ജില്ല എറണാകുളം. മനുഷ്യന്റെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ടെലിപതിക് ആശയവിനിമയം സാധ്യമാക്കുന്ന ചിപ്പ് ന്യൂറാലിങ്ക്. മനുഷ്യന്റെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ടെലിപതിക് ആശയവിനിമയം സാധ്യമാക്കുന്ന ചിപ്പ് ന്യൂറാലിങ്ക്.